ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്ലേ യൂസ് ചെയ്ത് ഇയറിങ്സ് ആണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് ക്ലേ എടുക്കുക, ബാക്കിയുള്ളത് നന്നായിട്ട് കവർ ചെയ്ത് എയർ ടൈറ്റ് ആക്കി സൂക്ഷിക്കുക. ഇനി ഇത് പരത്താനായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഇത് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരേ പ്രഷർ യൂസ് ചെയ്ത് പരത്തിയെടുക്കുക. അതായത് ഒരുപാട് തിന്നായി പോകാനും പാടില്ല, ഒരുപാട് തിക്കായിട്ടും പരത്തിയെടുക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഇയറിങ്സിന് എത്ര തിക്നെസ് വേണമെന്ന് നമുക്കറിയാമല്ലോ, ആ ഒരു തിക്നെസ്സിൽ നമ്മൾ പരത്തിയെടുക്കുക. ഇനി ഞാനിവിടെ ഒരു പെന്നിൻ്റെ ടോപ്പാണ് യൂസ് ചെയ്യണത്. ചെറിയ ടോപ്പ് യൂസ് ചെയ്ത് ഇതുപോലെ പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലുള്ള 2 എണ്ണം ഇവിടെ പ്രസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് യൂസ് ചെയ്യണത് നമ്മളുടെ ഫെയർ ആൻഡ് ലവ്ലി ഉണ്ടല്ലോ, അതിൻ്റെ ടോപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ്. അതുപോലെ ഒരെണ്ണം കൂടി ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു മാർക്കറിൻ്റെ ടോപ്പ് യൂസ് ചെയ്ത്, കുറച്ച് വലിയ ടോപ്പാണ്, അത് യൂസ് ചെയ്ത് 3 എണ്ണം ഇതുപോലെ പ്രസ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ബോട്ടിലിൻ്റെ ക്യാപ്പ്, പല സൈസിലുള്ള പല ഷേപ്പിലുള്ള ഐറ്റംസ് യൂസ് ചെയ്ത് നമുക്കിതുപോലെ ഷേപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഞാൻ ഈ ചെറിയ റൗണ്ടില്ലേ, അതാണ് നമ്മുടെ സ്റ്റഡിന് വേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഡ്രൈ ആവണതിന് മുമ്പ് തന്നെ നമുക്ക് വേഗം ചെയ്യാനുള്ള കാര്യം ഇതിൽ ഹോൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ ടൂത്ത് പിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷാർപ്പായിട്ടുള്ള പിന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഞാനിതിൽ 2 എണ്ണത്തിലും ഹോളുകളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വലുതാണ്. ഇതിൽ ഹോളിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൽ എന്തെങ്കിലും പാറ്റേൺസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുട്ടികളുടെ കളിക്കണ കോമ്പ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് പ്രസ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ മുടി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പുണ്ടല്ലോ, അത് യൂസ് ചെയ്ത് പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള പാറ്റേൺ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് ചെറിയ ചെറിയ ഡോട്ടുകൾ പോലെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വരഞ്ഞ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ ഹോളിട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ വിരൽ ഇതുപോലെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ അത്രയും സൈഡിലേക്ക് ചേർത്തല്ലേ ഹോളിട്ട് കൊടുക്കുന്നത്, അപ്പോൾ ബ്രേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വിരൽ ഇതുപോലെ വച്ചിട്ട് നമ്മൾ ഹോളിട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ മുകൾ ഭാഗത്ത് ഒരു ഹോളും അതുപോലെ താഴ്ഭാഗത്ത് 3 ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ 3 എണ്ണം വലിയ മാർക്കർ യൂസ് ചെയ്ത് നമ്മൾ മാർക്കറിൻ്റെ ടോപ്പ് യൂസ് ചെയ്ത് നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഇതുപോലെയാണ് ഒരു ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ സെയിം മാർക്കറിൻ്റെ ടോപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഏകദേശം പകുതി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ 2 സൈഡിലേക്കായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. ഇതിലും നമുക്ക് ഇതുപോലെ തന്നെ ഹോളിട്ട് കൊടുക്കാം കേട്ടോ. മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ ഹോളിട്ട് കൊടുക്കാം. അങ്ങനെ 2 കമ്മലിനും വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് താഴെയുള്ള ഇതുണ്ടല്ലോ, ഇതിൽ എന്തെങ്കിലും ഡിസൈൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വരച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സ്റ്റഡിൻ്റെ ബാക്കിൽ വെക്കാനുള്ള ബേസാണ്. ഇത് ബേസിക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന കടയിൽ നിന്ന്, അതുപോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന കടയിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെയുള്ള ഹാങ്ങിങ്സ് വേണമെങ്കിൽ അതും കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ ബേസ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ഷോപ്പിൽ തന്നെ ചോദിച്ചാൽ കിട്ടും. നല്ല ഇത് ഒട്ടിക്കാൻ പറ്റിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ അവിടെ തന്നെ ഉണ്ടാവും. അവർ നമുക്കത് ചോദിച്ചു കഴിഞ്ഞാൽ തരും. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ കളേഴ്സൊക്കെ നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മളുടെ ഡ്രസ്സിൻ്റെ മാച്ചൊക്കെ അനുസരിച്ച് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ലൈറ്റ് കളർ പേർപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി താഴെയുള്ള ഈ ഒരു ചെറിയ ചെറിയ ഹാങ്ങിങ്സിന് കൊടുക്കാൻ പോകുന്നത് ഈ യെല്ലോ കളറാണ്. ഇനി ഇതെല്ലാം കൂടി കണക്ട് ചെയ്യാൻ നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഇങ്ങനത്തെ റിംഗ് പോലത്തെ കണക്റ്റർ ആവശ്യമുണ്ട്. ഇത് ഗോൾഡൻ കളറിലും സിൽവർ കളറിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഞാൻ ഈ ഒരു പ്ലെയർ യൂസ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കൈ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം, എന്നാലും പ്ലെയർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഈസിയാണ്. ആദ്യം തന്നെ ഈ സ്റ്റഡിൻ്റെ നമ്മളിട്ടിട്ടുള്ള ഹോൾ ഉണ്ടല്ലോ, അതിൽ കൂടെ ആ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെയുള്ള ഭാഗത്തും കൂടി കണക്ട് ചെയ്ത് ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്തത് ലോക്കാക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ താഴെ ഇതേ രീതിയിൽ തന്നെ ഈ യെല്ലോ കളറുള്ള 3 എണ്ണം ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനൊരു കമ്മലിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ മറ്റതും ചെയ്തെടുക്കുക. ഇതിലെ പെയിൻറ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളിതിൽ വാർണിഷ് അടിച്ചു കൊടുക്കണം. വാർണിഷ് ഇല്ലെങ്കിൽ ക്ലിയർ നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അത് അടിച്ചു കൊടുത്താലും മതിയാവും.
അങ്ങനെ എൻ്റെ കയ്യിലുള്ള വേറെ ക്ലേ ഇയറിങ്സ് ആണ് ഇതൊക്കെ ഒരേ രീതിയിൽ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയാട്ടോ നിങ്ങൾക്കിത് ഇഷ്ടമായോ, അതുപോലെ തന്നെ ഞാൻ ഇതേപോലുള്ള കുറച്ചും കൂടി വേറെ ഡിസൈൻസൊക്കെ കമ്മലുകൾ ക്ലേ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസ് ഇടണമെന്നൊക്കെ നിങ്ങൾ പറയാം. പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം, നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. താങ്ക്